ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓഫീസ് പൊളിറ്റിക്സിനെ കുറിച്ചാണ്. നമുക്കൊക്കെ നന്നായി അറിയുന്ന വിഷയമാണെങ്കിലും പലരെയും മാനസിക സമ്മർദ്ദത്തിൽ വരെ എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്നത് ഓഫീസിൽ മാത്രമുള്ള ഒരു കാര്യമല്ല. നമ്മളൊരു ഗ്രൂപ്പായി ഒരു ടീമായി വർക്ക് ചെയ്യുന്ന എല്ലായിടത്തും ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരു കമ്മിറ്റി എടുത്താലും അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എടുത്താലും അവിടെയൊക്കെ നമുക്ക് പറയുന്നത് കേൾക്കാം പൊളിറ്റിക്സ് എന്ന്. ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ഈ പൊളിറ്റിക്സിൽ പിടിച്ചു നിൽക്കാം, അതിനായിട്ടുള്ള 5 ടിപ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തീർച്ചയായും അവർക്ക് ഉപകാരപ്രദമാകും. അതിനു മുമ്പായി എന്താണ് പൊളിറ്റിക്സ് എന്ന് നോക്കാം. ജോലിസ്ഥലത്ത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളോ ചേർന്ന് അവർക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ പ്രവർത്തിക്കുക. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല പ്രവർത്തനമോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ നേട്ടങ്ങളോ ആയിരിക്കും ഇതിനവരെ പ്രേരിപ്പിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ അവരെ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ അനുസരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങൾ അവരെ അലോസരപ്പെടുത്തുന്നു. ഇതായിരിക്കും അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള പ്രധാന കാരണം. സാധാരണയായി പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ പൊളിറ്റിക്സ് കളിക്കുന്ന ആളുകൾ അറിവില്ലാത്തവരും കഴിവില്ലാത്തവരുമായിരിക്കും. മറുഭാഗത്ത് പൊളിറ്റിക്സിന് ഇരയാവുന്നവർ അറിവുള്ളവരും കഴിവുള്ളവരുമായിരിക്കും. അവർ എപ്പോഴും അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനും ടീമിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുവാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പലപ്പോഴും വലിയൊരു വിഭാഗം തന്നെ പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നന്നായി വർക്ക് ചെയ്യുന്നവർക്കും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കും ഈ പൊളിറ്റിക്സിൽ പിടിച്ചു നിൽക്കാതെ വരുന്നു. പുതുതായി ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ പൊളിറ്റിക്സിൽ പിടിച്ചു നിൽക്കാനാകാതെ ജോലി തന്നെ ഉപേക്ഷിച്ച് വരേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെയാണ് ഇനി പറയുന്ന 5 ടിപ്സ് സഹായിക്കാൻ പോകുന്നത്. ഈ 5 ടിപ്സും വ്യക്തമായി കേൾക്കുക. സാധാരണയായി കണക്കുകൾ സൂചിപ്പിക്കുന്നത് 100 പേരിൽ 80 പേരും പൊളിറ്റിക്സിനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായിക്കുന്നവരായിരിക്കും. അവർ ഈ പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ മറുഭാഗത്ത് 20 പേർ ഈ പൊളിറ്റിക്സിന്റെ ഇരകളാണ്. ഇനി പൊളിറ്റിക്സിനെ എങ്ങനെ നേരിടാം എന്നതിനുള്ള 5 പ്രധാനമായുള്ള ടിപ്സ് നോക്കാം. അതിൽ ഒന്നാമത്തേത്, നിങ്ങൾ പൊളിറ്റിക്സ് കളിക്കുന്നവരുമായി ഒരിക്കലും തർക്കത്തിൽ ഏർപ്പെടരുത്. അവരുമായി ആർഗ്യൂ ചെയ്യാനോ അവരുമായി തർക്കിക്കാനോ ശ്രമിക്കരുത്. ഇങ്ങനെയുള്ളവർക്കെതിരെ നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് വഴിയായിരിക്കണം ആൻസർ കൊടുക്കുന്നത്. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്കെതിരെ പൊളിറ്റിക്സ് കളിക്കുന്നവരുമായി ഇൻഡിവിജ്വലി ഡിസ്കസ് ചെയ്യുക. പേഴ്സണലായി സംസാരിക്കാൻ ശ്രമിക്കുക. പേഴ്സണലായി സംസാരിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള കാരണമെന്ന് മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഇത് നിങ്ങളുടെ ടീം ഡിസ്കഷനിലോ മറ്റുള്ളവരുമായി ചേർന്ന് നിൽക്കുന്ന സമയത്തോ ചർച്ച ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഫലം തന്നെ നൽകും. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, മറക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ അത് മനസ്സിൽ വെച്ച് ആലോചിക്കാതെ അതും കൊണ്ട് നടക്കാതെ നിങ്ങൾ അത് മറക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ വർക്കിലും നിങ്ങളുടെ അസൈൻമെന്റ്സിലും ശ്രദ്ധിക്കുക. നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ പൊളിറ്റിക്സ് കളിക്കുന്നവർ എന്ത് പറയുന്നതോ അത് വ്യക്തമായി കേൾക്കുക. നിങ്ങൾ ഒരു കാരണവശാലും അതിന് റിയാക്ട് ചെയ്യുവാനോ അവരുമായി ആർഗ്യുമെന്റിൽ ഏർപ്പെടുവാനോ ശ്രമിക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല. നിങ്ങൾ നല്ല കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് എടുക്കുക. അതുപോലെ തന്നെ പലപ്പോഴും അവർ പറയുന്നത് തെറ്റായ കാര്യങ്ങളായിരിക്കും. അവരുമായി തർക്കിക്കുവാനോ അവരെ നന്നാക്കുവാനോ ശ്രമിക്കരുത്. അഞ്ചാമതായി പറയാനുള്ള ടിപ്സ്, നിങ്ങൾ ഓഫീസ് കാര്യങ്ങളിൽ ഒരിക്കലും പേഴ്സണലായി ഇടപെടരുത്. കാരണം ഓഫീസ് വിഷയങ്ങളിൽ നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും അത് മറ്റൊരു കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കും. അതും ഓഫീസ് പൊളിറ്റിക്സിന് ഇടവരുത്താറുണ്ട്. അതുകൊണ്ട് ഓഫീസ് വിഷയങ്ങൾ തീർച്ചയായും പ്രൊഫഷണലായി കൈകാര്യം ചെയ്യുക. അവിടെ പേഴ്സണലായി എടുക്കരുത്. നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുമായി പൊളിറ്റിക്സ് കളിക്കുന്ന ആളുകളുമായി പേഴ്സണലി കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ ശ്രമിക്കരുത്. ഇത് നിങ്ങൾക്ക് മറ്റൊരു തരത്തിൽ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണയായി പറയുക, ജോലി സ്ഥലത്ത് ഒരാളെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക, മറിച്ച് എല്ലാവരെയും ബഹുമാനിക്കുക. ഡോണ്ട് ട്രസ്റ്റ് എനിവൺ ബട്ട് റെസ്പെക്ട് എവരിവൺ എന്നാണ് പറയാറ്. ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.